ജാസി ജേണീസ് ഫുഡ് ആൻഡ് ടെക്സിൻ്റെ മൂന്നാർ വ്ലോഗിൻ്റെ രണ്ടാം ഭാഗമാണിത്. എല്ലാവർക്കും സ്വാഗതം. മൂന്നാറിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ 6:15 ഇപ്പോൾ സമയം. നല്ല തണുപ്പുണ്ട്. മഞ്ഞിൻ മുകളിലായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ്. തേയിലത്തോട്ടങ്ങളുടെ മുകളിലുള്ള മഞ്ഞിൻ്റെ പതപ്പ് മാറി വരുന്നതേ ഉള്ളൂ. ഈ തണുപ്പത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മധ്യത്തിലൂടെ ഉദിച്ചു വരുന്ന സൂര്യനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാത സവാരി അത് ഗംഭീരം തന്നെയാണ് കേട്ടോ. ഇന്നിനി റിസോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങണം. അങ്ങ് ദൂരെ കാണുന്നത് ഒരു തടാകമാണ്. നമ്മളുടെ ത്രിവർണ്ണ പതാകയിലെ അതേ നിറക്കൂട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രകൃതിക്കും. ഈ നിറക്കൂട്ടുകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ തടാകം അതിഗംഭീരമായ കാഴ്ച തന്നെയാണ്. ഇനി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോകട്ടെ. ഈ റിസോർട്ടിൽ ടീ റൂം എന്നും ബാർബക്യൂ ബേ എന്ന പേരുള്ള 2 റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്. നല്ല കളർ കോമ്പിനേഷനിലുള്ള വിശാലമായ ഡൈനിങ് ഏരിയയാണ്. നല്ല ആംബിയൻസ് ആണ്, മാത്രമല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എഗ് ഐറ്റംസിനും ദോശ ഐറ്റംസിനും വേണ്ടി ലൈവ് കൗണ്ടറുമുണ്ട്. കൂടുതലായും സൗത്ത് ഇന്ത്യൻ ഡെലിക്കസീസ് ആണ്. കൂടാതെ 2 ഐറ്റം ജ്യൂസുകളും 2 ഐറ്റം സെറിയൽസും കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബേക്ക്ഡ് ഐറ്റംസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ സ്പ്രെഡ് ഇസ് നോട്ട് ഹ്യൂജ് ബട്ട് വി ക്യാൻ സേ ഇറ്റ് ഓക്കെ. ഇവിടെ ഇപ്പം ഗസ്റ്റുകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ലോട്ട് സിസ്റ്റത്തിലാണ്. കൊറോണ കാരണമാണ് കേട്ടോ. ഫുഡിന് വേണ്ടി സീറ്റ് നമ്മൾ തലേന്ന് തന്നെ റിസർവ് ചെയ്ത് വെക്കണം. 3 സ്ലോട്ടുകളാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. 7:30 തൊട്ട് 8:30 വരെയുള്ള ഒരു സ്ലോട്ടും 8:30 തൊട്ട് 9:30 വരെയുള്ള ഒരു സ്ലോട്ടും 9:30 തൊട്ട് 10:30 വരെയുള്ള മൂന്നാമത്തെ സ്ലോട്ടും. ഈ സ്ലോട്ട് സിസ്റ്റം ഒരു പരിധി വരെ റെസ്റ്റോറൻറ്റിലെ ക്രൗഡ് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 9:30 തൊട്ട് 10:30 വരെയുള്ള സ്ലോട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളത്. ഫുഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്നോ എക്സെപ്ഷണൽ എന്നോ ഒന്നും പറയാൻ കഴിയില്ല. എന്നാൽ സർട്ടൻലി ഇറ്റ് ഈസ് എബോവ് ആവറേജ്. മെമ്പർ ഡിസ്കൗണ്ടിന് ശേഷം ഏതാണ്ട് 600 rupees പെർ പാക്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് റേറ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. തേയിലയും മലഞ്ചരക്കുകളും മാത്രമല്ല, നല്ല രീതിയിൽ നെൽകൃഷി നടക്കുന്ന നാടാണ് ഇത് എന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരു യാത്രയായിരുന്നു ഇന്നത്തേത്. ഈ കാണുന്നത് പള്ളിവാസൽ ടീ എസ്റ്റേറ്റ് ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അതിമനോഹരമായതും നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത തേയിലത്തോട്ടങ്ങളും നിറഞ്ഞതാണ് ഈ പ്രദേശം. മൂന്നാറിലെത്തിയാൽ താമസിക്കാൻ ഏറ്റവും നല്ല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുക ഈ പള്ളിവാസലിന് സമീപമുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ചിന്നക്കനാലോ ആണ് ഏറ്റവും നല്ലത് എന്നായിരിക്കും. അത്രമാത്രം പ്രകൃതി മനോഹരമാണ് ഈ 2 സ്ഥലങ്ങളും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. പള്ളിവാസലിൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് മാറിയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കിലോമീറ്ററോളം ദൂരം റോഡ് വളരെ ഇടുങ്ങിയതും ധാരാളം ഗട്ടറുകളോടും കൂടിയിട്ടുള്ളതാണ്. ഈ പാലത്തിനടിയിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകിപ്പോകുന്നത്. ഈ റോഡ് വളരെ ഇടുങ്ങിയതാണ്. ഒരു 4 വീലർ പോകാനുള്ള വീതി മാത്രമേ ഈ പാലത്തിനുള്ളൂ. എന്നാലും പേടിക്കേണ്ട കാര്യമില്ല. വണ്ടി തിരിക്കാനായിട്ട് വെപ്രാളപ്പെടുകയും വേണ്ട. പാലം ക്രോസ് ചെയ്ത് നേരെ പോയാലും മെയിൻ റോഡിൽ തന്നെ എത്തുന്നതാണ്. നല്ല കുത്തൊഴുക്കുള്ളതും അതിമനോഹരവുമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയുമായിട്ട് ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്കുള്ള റോഡിൽ വരുന്നത് സ്വല്പം റിസ്കിയാണ്. കാരണം അത്രമാത്രം മോശം കണ്ടീഷനിൽ ഗട്ടറുകൾ നിറഞ്ഞതാണ് ഈ റോഡ്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാർ ടൗണിന് സമീപത്തായിട്ടുള്ള ബ്ലോസം ഹൈഡൽ പാർക്കിലേക്കാണ്. ധാരാളം ചെടികളുമൊക്കെയുള്ള മനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് ഇത്.
ധാരാളം ആക്ടിവിറ്റീസിനും ഫെസിലിറ്റീസിനുമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും പലതും അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇവരുടെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന ഒരു ഷോപ്പാണ് ഇത്. വളരെ നല്ല പ്രൊഡക്ട്സാണ് കേട്ടോ, കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ സൈറ്റ് സീയിങ് എല്ലാം മതിയാക്കി നമ്മൾ ഇനി റിസോർട്ടിലേക്ക് മടങ്ങുകയാണ്. മൂന്നാറിൽ നിന്ന് ചിന്നക്കനാലിലേക്കുള്ള ഗ്യാപ്പ് റോഡ് അടച്ചിട്ടുള്ളതിനാൽ നമ്മൾ രാജക്കാട് രാജകുമാരി വഴി ചുറ്റി വേണം റിസോർട്ടിലേക്ക് എത്താനായിട്ട്. ഏതാണ്ട് 56 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് റിസോർട്ടിലേക്കുള്ളത്. എന്നാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇനി അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ ഇനി ഈ വ്ലോഗിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.